കുറേ കാലമായിട്ട് BJP നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലൊക്കെ ഒരു അനാലിസിസ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് LDF വീണ്ടും അധികാരത്തിൽ വരുന്നത് തന്നെയാണ് BJPക്ക് നല്ലത്. ഒരു തവണ കൂടി പിണറായി സർക്കാർ അല്ലെങ്കിൽ LDF വരികയാണെങ്കിൽ അതോടുകൂടി ആ പാർട്ടി മെല്ലെ ഇല്ലാതാകും. കാരണം അത്രയ്ക്കും വലിയൊരു ആൻറ്റി ഇൻകംബൻസി വരും, ജനങ്ങളെ ശരിക്കും വെറുപ്പിക്കും, ത്രിപുര ബംഗാൾ മാതൃകയൊക്കെ ഇവിടെയും ആവർത്തിക്കുമെന്നുള്ള ഒരു അനാലിസിസാണ് പൊതുവെ BJPക്കാർക്കിടയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതിനെ എതിർക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു ബഹുഭൂരിഭാഗം വരുന്ന ആളുകൾ അതാണ് ചിന്തിച്ചിരുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ദേശീയ നേതൃത്വം ഉൾപ്പെടെ ആ ഒരു നിലപാട് മാറ്റിയിട്ടുണ്ട്. വ്യക്തമായിട്ട് തന്നെ LDFനെയും UDFനെയും ഒരുപോലെ എതിർക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. LDFനോടൊരു സോഫ്റ്റ് കോർണർ സ്വീകരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നിലവിലെ ഒരു സാഹചര്യം കണക്കിലെടുക്കുകയാണ്. കേരളത്തിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് മുന്നണി തന്നെയാണ് ഈ LDF ആണെങ്കിലും UDF ആണെങ്കിലും. അതുമാത്രമല്ല, കേരളത്തിന് പുറത്ത് അവരൊരൊറ്റ ശക്തിയായിട്ടാണ് മത്സരിക്കുന്നത്, ഒരൊറ്റ മുന്നണിയുടെ കീഴിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ UDFനോടും LDFനോടും ഒരുപോലെയുള്ള എതിർപ്പ് പ്രകടമാക്കുക എന്നുള്ളത് തന്നെയാണ് BJPക്ക് ഗുണം ചെയ്യുക. BJPക്ക് വളരെ സാഹചര്യം ഒരുക്കുക എന്നുള്ള ഒരു വിലയിരുത്തലാണ് ദേശീയ നേതൃത്വത്തിനുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.